ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപിലെ ബത്തൂർ തടാകത്തിന്റെ കിഴക്കൻ തീരത്ത് സാംസ്കാരികമായി ഒറ്റപ്പെട്ട ബാലി ആഗ ജനതയുടെ നാടാണ് ട്രൂനിയൻ ഗ്രാമം. പർവ്വതങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ബാലി ആഗ ആളുകൾക്ക് അവരുടെ ഓസ്ട്രനേഷ്യൻ പൈതൃകത്തിന്റെ നിരവധി ഘടകങ്ങൾ ഇന്നും അവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഇതവരുടെ വാസ്തുവിദ്യാ ശൈലിയിലും സാംസ്കാരിക രീതികളിലും പ്രകടമാണ്. ഇവയിൽ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ട്രൂനിയനിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്നില്ല. പകരം അവ നശിക്കാൻ കാട്ടിലുപേക്ഷിക്കുന്നു. കഴുകൻ, പരുന്ത്, കാക്ക തുടങ്ങിയ ശവംതീനി പക്ഷികൾക്ക് തങ്ങളുടെ മരിച്ചവരെ കൊടുക്കുന്ന സൊറാസ്ട്രിയന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ബാലി ആഗ ആളുകൾ മരിച്ചവരെ മുള കൊണ്ടുണ്ടാക്കിയ കൂടുകൾ കൊണ്ട് മൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മാംസം ദ്രവിച്ചു കഴിഞ്ഞാൽ തലയോട്ടിയും മറ്റെല്ലുകളും വീണ്ടെടുക്കുകയും പുതിയ ശരീരങ്ങൾക്കിടം നൽകുന്നതിന് അടുത്തുള്ള ഒരു പാറയ്ക്കരികിൽ അടുക്കി വെക്കുകയും ചെയ്യുന്നു. ഈ സമൂഹത്തിന്റെ ശ്മശാനങ്ങൾ സന്ദർശിച്ച സന്ദർശകർക്ക് സാധാരണയായി അഴുകുന്ന ശവങ്ങൾക്കൊപ്പമുള്ള ചീഞ്ഞ ഗന്ധത്തിന്റെ അഭാവത്തിൽ പലപ്പോഴും ആശ്ചര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മെനിയൻ തരു അല്ലെങ്കിൽ സുഗന്ധമുള്ള മരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആൽമരത്തിന്റെ സാന്നിധ്യമാണ് ഗന്ധത്തിന്റെ അഭാവത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. മരത്തിന്റെ സുഗന്ധത്താൽ ശവശരീരം ദ്രവിക്കുന്ന ഗന്ധത്തെ മറയ്ക്കുമെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും ട്രൂനിയൻ സെമിത്തേരിയിലെ സന്ദർശകർ അത്തരം സുഗന്ധങ്ങളൊന്നും മരത്തിൽ നിന്ന് പുറപ്പെടുന്നില്ലെന്ന് അവകാശപ്പെടുന്നു. അഴുകിയ മൃതദേഹങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കാത്തത് ഒരു പരിധിവരെ ദുരൂഹമാണ്. ട്രൂനിയൻ ഗ്രാമത്തിന് സമീപം അത്തരം 3 ശ്മശാനങ്ങളുണ്ട്. എന്നാൽ ഒരെണ്ണം മാത്രമാണ് സാധാരണയായി വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നത്. ഇത് സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ച ആളുകളുടെ ശവം സംസ്കരിക്കാൻ മാത്രമുള്ളതാണ്. അപകടങ്ങളിലൂടെയോ ആത്മഹത്യയിലൂടെയോ മരണമടഞ്ഞവരെ ഈ സ്ഥലത്ത് കൊണ്ടുവരാറില്ല. കൂടാതെ ഈ സെമിത്തേരിയിൽ നിന്ന് കുട്ടികളെയും ഒഴിവാക്കിയിരിക്കുന്നു. ഈ ശ്മശാനം വിവാഹിതർക്കായി മാത്രം സംവരണം ചെയ്തിട്ടുള്ളതാണ്. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് ബാലി ആഗ ആളുകൾ മരിച്ചവരോട് ഈ രീതിയിൽ പെരുമാറുന്നത് നഗരത്തിന് സമീപമുള്ള അഗ്നിപർവ്വതത്തെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ്. ഹിന്ദു ദൈവമായ ബ്രഹ്മ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതത്തെ ശമിപ്പിക്കാൻ ശ്മശാനത്തിലെ 11 ഈന്തപ്പനകളുടെയും മുളയുടെയും കൂട്ടുകളോട് ചേർന്ന് 11 പഗോഡകളുള്ള ഒരു ക്ഷേത്രവും ട്രൂനിയനിലുണ്ട്. ഇവ നിറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ളത് മാറ്റി അവശിഷ്ടങ്ങൾ ശ്മശാന മൈതാനത്ത് ചിതറും. ശവസംസ്കാരങ്ങൾ മംഗളകരമായ ദിവസങ്ങളിൽ മാത്രം നടത്താനും ശവസംസ്കാര ചടങ്ങുകൾക്കായി കുടുംബം പണം സ്വരൂപിക്കേണ്ടതിനാലും ചില ശവശരീരങ്ങൾ സംസ്കരിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് വീട്ടിൽ സൂക്ഷിക്കുന്നു. നീണ്ട കാത്തിരിപ്പിനിടെ ശവങ്ങൾ ചീത്തയാകുന്നത് തടയാൻ ഗ്രാമവാസികൾ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നു. ദുർഗന്ധം വമിക്കാത്തത് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം.